Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് ഡീബഗ്ഗിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ഡീബഗ്ഗിംഗ് മെത്തേഡ്സ് ഉണ്ട്. ആ ഡീബഗ്ഗിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ അകത്തെ എറേഴ്സ്, അതായത് ബഗ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഡീബഗ്ഗിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്പിൽ ചെയ്യാം, മെത്തേഡ്സ് ചെയ്യാം. ആ മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഡീബഗ്ഗിംഗ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ലൊക്കേറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്. എവിടാണോ എറർ വരുന്നത് അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിനാണ് ഡീബഗ്ഗിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനു വേണ്ടി സാധാരണ ഡീബഗ്ഗിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് 5 ഡീബഗ്ഗിംഗ് ടെക്നിക്കാണുള്ളത്. ബ്രൂട്ട് ഫോഴ്സ്, ഡീബഗ്ഗിംഗ് ബൈ ഇൻഡക്ഷൻ, ഡീബഗ്ഗിംഗ് ബൈ ഡിഡക്ഷൻ, ഡീബഗ്ഗിംഗ് ബൈ ബാക്ക് ട്രാക്കിംഗ്, ഡീബഗ്ഗിംഗ് ബൈ ടെസ്റ്റിംഗ്. ഇതിൻ്റെ അകത്ത് 3 എണ്ണമാണ് നിങ്ങൾക്ക് സിലബസിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ബാക്കി 2 എണ്ണം ജസ്റ്റ് എന്താണ് നമുക്ക് പറഞ്ഞു പോവാം. നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്: ഡീബഗ്ഗിംഗ് ബൈ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ ആൻഡ് ബാക്ക് ട്രാക്കിംഗ്. ഫസ്റ്റ് ഡീബഗ്ഗിംഗ് ബൈ ഇൻഡക്ഷൻ. ഡീബഗ്ഗിംഗ് ബൈ ഇൻഡക്ഷൻ്റെ അകത്ത് എറേഴ്സിനെ കുറിച്ച് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? എറേഴ്സിനെ കുറിച്ച് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും, എന്നിട്ട് അത് പ്രൂവ് ചെയ്യും. ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഇങ്ങനെയാണ്: ലൊക്കേറ്റ് പെർട്ടിനന്റ് ഡേറ്റ. ഓക്കെ, ലൊക്കേറ്റ് പെർട്ടിനന്റ് ഡേറ്റ. അതിൻ്റെ അകത്ത് പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, അപ്പം എന്താണ് ലൊക്കേറ്റ് പെർട്ടിനന്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ഈ ലൊക്കേറ്റ് പെർട്ടിനന്റ് ഡേറ്റയ്ക്ക് അത് ചെയ്യുന്നത്. അങ്ങനെ ആ ഡേറ്റ നമ്മൾ എടുക്കും, ഒരു സെറ്റ് ഓഫ് ഡേറ്റയാണ് എടുക്കുന്നത്. അതിനെ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഓർഗനൈസ് ചെയ്യും. ഓർഗനൈസ് ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്തിട്ട് ഓരോ ഡേറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കും. ഓക്കെ, ഡേറ്റയെ നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് ഡേറ്റ എടുക്കും. എന്നിട്ട് ആ ഡേറ്റയെ ഓർഗനൈസ് ചെയ്തു, പിന്നെ സ്റ്റഡി ചെയ്യും. സ്റ്റഡി ചെയ്യുന്നത് ഈ ഒരു ഡേറ്റാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആ സ്റ്റഡിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഇവിടെ ഡിവൈസ് ചെയ്യും. ഒരു പുതിയൊരു ഹൈപ്പോത്തസിസ് നമ്മളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ഡിവൈസ് ചെയ്യും. അതിൽ നിന്ന് ആ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യിക്കും. പ്രൂവ് ചെയ്യിപ്പിച്ചാൽ എന്ത് വരും? ഇത് ഫിക്സ് ചെയ്യും. ആ എറർ ഇന്നതാണ് എന്നിവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് പിന്നെയും ഇവിടാണ് പോകുന്നത്. ഡിവൈസ് എ ഹൈപ്പോത്തസിസിനകത്ത് പോകും. അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ആ ഹൈപ്പോത്തസിസ് അത് മാറ്റാൻ നോക്കും. അപ്പം ഇത് പിന്നെയും മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇത് പ്രൂവ് ചെയ്യാൻ നോക്കി. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ട് ഇത് ഹൈപ്പോത്തസിസ് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു പോയി നെക്സ്റ്റ് ഡേറ്റയെ ഇവിടെ കളക്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ആദ്യം എന്താണ് ഈ സിസ്റ്റം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു, ഓർഗനൈസ് ദ ഡേറ്റ. ആ ഡേറ്റയെ ഓർഗനൈസ് ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്തു. സ്റ്റഡി ചെയ്യുന്നത് എന്താണ്? അത് നമ്മൾ റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്. സ്റ്റഡി ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു ഹൈപ്പോത്തസിസ് ഡിറൈവ് ചെയ്തെടുക്കും. ആ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. പ്രൂവ് ആണെങ്കിൽ അവിടെ കൊണ്ട് എറർ ഫിക്സ് ചെയ്തു. പ്രൂവ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഹൈപ്പോത്തസിസ് നമ്മൾ മാറ്റി നോക്കിയിട്ട് എന്തിനാ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ ഹൈപ്പോത്തസിസ് മാറ്റിയിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോയി എന്ത് ചെയ്യണം?
നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റയെ അത് കളക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ലൊക്കേറ്റ് ദ പെർട്ടിനന്റ് ഡേറ്റ ബൈ ഇൻഡക്ഷൻ. ടേക്ക് അക്കൗണ്ട് ഓഫ് ഓൾ അവൈലബിൾ ഡേറ്റ ഓർ സിംറ്റം അബൌട്ട് ദ പ്രോബ്ലം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഡേറ്റയെ അല്ലെങ്കിൽ അതിന്റെ സിംറ്റം എന്തൊക്കെയാണ്, എന്യൂമറേറ്റ് ഓൾ യു നോൺ അബൌട്ട് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട്, അതായത് എന്തൊക്കെ അത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസിനെ എടുക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഓർഗനൈസ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇൻഡെക്സിങ് ഇംപ്ലൈസ് പ്രോസസ്സിംഗ് ഫ്രം ദ പർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, അതാണ് ആ ഡേറ്റ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. സ്ട്രക്ചർ ദ പെർസിസ്റ്റന്റ് ഡേറ്റ ആൻഡ് സെർച്ച് ഫോർ കോൺട്രഡിക്ഷൻ. അതായത് ആ പെർസിസ്റ്റന്റ് ഡേറ്റയെ എടുത്തിട്ട് പെർസിസ്റ്റന്റ് ഡേറ്റയാണ് കൊടുക്കുന്നത്, അതിൻ്റെ അകത്ത് പോയി നോക്കും എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ. കോൺട്രഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഡേറ്റയെ എടുക്കില്ല. കോൺട്രഡിക്ഷൻ വരാത്ത ഡേറ്റയെ മാത്രം എടുക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്തിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ഡിവൈസ് എ ഹൈപ്പോത്തിസിസ്. ഓക്കെ, സ്റ്റഡി ക്ലൂ ആൻഡ് ഡിവൈസ് വൺ ഓർ മോർ ഹൈപ്പോത്തിസിസ്. ഇതിനെ സ്റ്റഡി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്നോ അതിൽ കൂടുതൽ ഹൈപ്പോത്തിസുകൾ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിക്സ് ദ എറർ. പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് എടുക്കും. നെക്സ്റ്റ് ഹൈപ്പോത്തിസിസും ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ ഡേറ്റ പിന്നെയും ഇത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഡിബഗിങ് ബൈ ഡിഡക്ഷൻ. ഡിബഗിങ് ബൈ ഡിഡക്ഷൻ്റെ അകത്ത് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്, അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്, അത് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ അത് ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്, എന്യൂമറേറ്റ് പോസിബിൾ കോസസ്. എറർ വരാനായിട്ടുള്ള കാരണങ്ങളെല്ലാം ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്യൂമറേറ്റ് പോസിബിൾ കോസസ്, എറർ വരാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് എറർ വരുന്നത് അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ചെയ്യാം. യൂസ് പ്രോസസ് ഓഫ് എലിമിനേഷൻ. അപ്പം ഇത് വരാനായിട്ടുള്ളതിനെ എല്ലാം എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ ഡേറ്റാസ് വേണമെങ്കിൽ ഡേറ്റാസ് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. മോർ ഡേറ്റാസ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, എന്യൂമറേറ്റ് പോസിബിൾ കോസസ്, അത് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് യൂസ് പ്രോസസ് ഓഫ് എലിമിനേഷൻ ഇവിടെ നടത്തും. ഈ എലിമിനേഷൻ നടത്തിയിട്ട് റിഫൈൻ റിമൈനിങ് ഹൈപ്പോത്തിസിസ്, കുറച്ച് ഹൈപ്പോത്തിസിസ് ഒക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെയാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇതിനെ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ എടുത്തതിനെ പ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന റിമൈനിങ് ഹൈപ്പോത്തിസിസ്, എല്ലാ ഹൈപ്പോത്തിസിസും എടുക്കുന്നില്ല, നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ വരുന്നത്, അതിനെ പ്രൂവ് ചെയ്യുക. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്തു. പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഈ എറർ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് എന്ത് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. പിന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പ്രോസസ്സ് ഇത് എറർ ഫിക്സ് ആവും. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ട്. അപ്പം ഇവിടെ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മൾ എടുക്കും, അതിനെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഡേറ്റാസ് ആണ് ഇവിടെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റാസ് ഇവിടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് എറർ വരാനായിട്ടുള്ള ചാൻസസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് എലിമിനേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഡേറ്റ വേണമെങ്കിൽ ഇവിടുന്ന് കളക്ട് ചെയ്യുക. പിന്നെയും എന്ത് ചെയ്യണം, വരാനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന റിമൈനിങ് ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അത് പ്രൂവ് ചെയ്യാൻ നോക്കുക. പ്രൂവ് ചെയ്തെങ്കിൽ ഓക്കെ, ഫിക്സ് ദ എറർ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ എടുക്കുക, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയാണ് ഡിഡക്ഷൻ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ട് വിത്ത് സെറ്റ് ഓഫ്
suspects and use process of eliminate and refinement. നമുക്ക് സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്, അതിനെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്തിട്ട് റിഫൈൻമെൻറ്റ് ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എലിമിനേറ്റ് ദ പോസിബിൾ കോസസ് ഓർ ഹൈപ്പോത്തസിസ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ, യൂസ് ഡേറ്റ ടു എലിമിനേറ്റ് പോസിബിൾ കോസസ്. നമ്മൾ കുറച്ച് ഡേറ്റയെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. കോസുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഈ ഡേറ്റയെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ റിമൈനിങ് ഹൈപ്പോത്തസിസ് എടുത്തു, അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് നോക്കി. അതാണ്. ഇനി നെക്സ്റ്റ് ആണ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് ഉള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്വൈറ്റ് പോപ്പുലർ അപ്രോച്ച് ഓഫ് ഡീബഗ്ഗിങ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വിച്ച് ഈസ് യൂസ്ഡ് എഫക്റ്റീവ്ലി ഇൻ കേസ് ഓഫ് സ്മോൾ ആപ്ലിക്കേഷൻസ്. ഇത് എപ്പോഴാണ് സ്മോൾ ആപ്ലിക്കേഷൻസിൻ്റെ അകത്താണ് ഇത് എഫക്റ്റീവായിട്ടുള്ളത്. ലാർജ് ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് ഇത് എഫക്റ്റീവ് അല്ല. ഇത് സാധാരണ പോപ്പുലർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് പുറകോട്ട് ചെന്ന് നോക്കും, എവിടെ നിന്നാണ് ഈ എറർ വന്നത്. ഓക്കെ, അങ്ങനെ പുറകോട്ട് പോയി നമ്മൾ കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ദ പ്രോസസ് സ്റ്റാർട്ട്സ് ഫ്രം ദ സൈറ്റ് വെയർ എ പർട്ടിക്കുലർ സിംറ്റം ഗെറ്റ് ഡിറ്റക്റ്റഡ്. എവിടെ വെച്ചാണോ ആ എറർ കണ്ടുപിടിച്ചത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദെയർ ഓൺ ബാക്ക്വേർഡ്, അവിടെ നിന്ന് എന്ത് ചെയ്യണം, പുറകോട്ട് പോകണം. ട്രേസ് ഈസ് ഡൺ അക്രോസ് ദ എൻറ്റയർ സോഴ്സ് കോഡ്. പുറകോട്ട് പോയി സോഴ്സ് കോഡിൻ്റെ പുറകോട്ട് പോകണം, എൻറ്റയർ സോഴ്സ് കോഡിലേക്ക് പോകണം. till we are able to lay our hands on site being the cause. എവിടെയാണ് ആ പ്രശ്നം പറ്റിയെന്നുള്ളത് പുറകോട്ട് ചെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അതാണ് ബാക്ക് ട്രാക്കിങ്ങിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എറർ വന്നു, ആ എറർ വന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറകോട്ട് ചെന്നിട്ട് അതിനെ ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുക. പുറകോട്ട് ചെന്നിട്ട് എവിടെ നിന്നാണ് എറർ വന്നതെന്നുള്ളത് നോക്കുക. അതാണ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്പർ ഓഫ് സോഴ്സ്, ഇപ്പോൾ ഒരു ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ ഓക്കെ, ഒരു വലിയ ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ഈ ബാക്ക് ട്രാക്ക്, ഒരു എറർ വന്നു കഴിഞ്ഞാൽ ബാക്ക് ട്രാക്ക് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒത്തിരി പാത്തുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ബാക്ക് ട്രാക്ക് ചെയ്ത് വന്നു, ആ ബാക്ക് ട്രാക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ഒത്തിരിയും പാത്തുകൾ, മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്ര പാത്തുകൾ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് ലാർജ് നമ്പർ ഓഫ് പ്രോഗ്രാം ആണെങ്കിൽ. അതുകൊണ്ടാണ് ഇത് ലാർജ് പ്രോഗ്രാമിൻ്റെ അകത്ത് ആപ്ലിക്കബിൾ അല്ലാതിരിക്കുന്നത്. ഓക്കെ, ഇനി ഡീബഗ്ഗിംഗ് ബൈ ബ്രൂട്ട് ഫോഴ്സ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ്, പക്ഷെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ്, അൺസക്സസ്ഫുള്ളുമാണ്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്, പക്ഷേ അത് അൺസക്സസ്ഫുള്ളുമാണ്, സക്സസ്ഫുൾ അല്ല. അപ്പം ഇതിനെ നമ്മൾ പല രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഒന്നെന്ന് പറയുന്നത് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. ഡീബഗ്ഗിംഗ് വിത്ത് സ്റ്റോറേജ് ഡംപ്സ്. ഓക്കെ, ഡീബഗ്ഗിംഗ് വിത്ത് സ്റ്റോറേജ് ഡംപ് പറ്റും. ഡീബഗ്ഗിംഗ് അക്കോർഡിംഗ് ടു ദ കോമൺ സജഷൻ ടു സ്കാറ്റർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. നമ്മൾ സാധാരണ പ്രോഗ്രാം ഇപ്പോൾ എഴുതുമ്പോഴത്തേന് ഇപ്പം നമുക്കൊരു ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇവിടെ എല്ലാം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇട്ട് കൊടുത്തു നോക്കും അല്ലേ, ഇവിടം വരെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെ വരെ അത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിന്. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, ഏതാണ് ഇതുണ്ടോ, കോമൺ സജഷൻ ടു സ്കാറ്റർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് സ്കാറ്റർ ചെയ്ത് കൊടുക്കുക, അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെന്ന് പറഞ്ഞെങ്കിൽ സ്റ്റോറേജ് ഡംപ്സ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പം ഓട്ടോമാറ്റിക് ഡിബഗ്ഗിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പം ഓട്ടോമേറ്റഡ് ഡിബഗ്ഗിംഗ് ടൂൾസ് ഉപയോഗിക്കുക. ഇങ്ങനെ 3 രീതിയിലാണ് ബ്രൂട്ട് ഫോഴ്സ് യൂസ് ചെയ്യുന്നത് ഡിബഗ്ഗിങ്ങിന് വേണ്ടി. അപ്പം ഇത് പക്ഷേങ്കിൽ കോമൺലി യൂസ്ഡ് ആണ്, അൺസക്സസ്ഫുൾ ആണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്.
അത് 3 തരത്തിൽ ചെയ്യും. സ്റ്റോറേജ് ഡംപ്സ്, പിന്നെ കോമൺ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം, ദെൻ ഓട്ടോമേറ്റഡ് ഡീബഗിംഗ് ടൂൾസ്. നെക്സ്റ്റ് ഡിബഗിംഗ് ബൈ ടെസ്റ്റിംഗ്. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഡിബഗിംഗ് ബൈ ടെസ്റ്റിൻ്റെ അകത്ത് ടെസ്റ്റ് കേസസ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇതുണ്ടോ ടെസ്റ്റ് കേസ് ഫോർ ഡിബഗിംഗ്, ടെസ്റ്റ് കേസസ് കൊടുക്കുവാണ്. പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഇൻ ലൊക്കേറ്റിംഗ് എ സസ്പെക്റ്റഡ് എറർ. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, എവിടെയാണ് ആ സസ്പെക്ട് ചെയ്തിരിക്കുന്ന എറർ വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, എവിടെയാണ് കിടക്കുന്നത് എറർ എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ടെസ്റ്റ് കേസസ് ഫോർ ഡിബഗിംഗ് കൊടുക്കുന്നത് കൊണ്ട് ഇതിന് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് സസ്പെക്ട് ചെയ്തിരിക്കുന്ന എറർ എന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, അതിന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ പറ്റും. സാധാരണ ഈ ടെസ്റ്റിങ് എന്തുമായിട്ട് ഇൻഡക്ഷൻ മെത്തേഡുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇൻഡക്ഷൻ മെത്തേഡിൻ്റെ കൂടെയാണ് സാധാരണ ഈ ടെസ്റ്റിങ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് ടെസ്റ്റിംഗ് ഡിബഗിംഗ് മെത്തേഡ്സ് ആണ്. 5 ഡിബഗിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഡിബഗിംഗ് ബൈ ഇൻഡക്ഷൻ, ഡിബഗിംഗ് ബൈ റിഡക്ഷൻ, ബാക്ക് ട്രാക്കിംഗ്, ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞത്. ഇതിനകത്ത് 3 എണ്ണമാണ് നിങ്ങൾ സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഡിബഗിംഗ് മെത്തേഡ്സ് ചോദിക്കുവാണെങ്കിൽ ഓക്കെ, ആ 5 എണ്ണം നിങ്ങൾ അങ്ങ് എഴുതിയേക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.